വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ മേഴ്സിസൈഡ് കൗണ്ടിയിലെ ഒരു പള്ളിയാണ് സെന്റ് ഡൊമിംഗോ ചർച്ച്. സ്റ്റാൻലി പാർക്കിൽ കളിക്കുന്നതിന് വേണ്ടി ചർച്ച് സ്വന്തമായ ഒരു ക്ലബ് തുടങ്ങുകയും ആൻഫീൽഡിന്റെ സ്ഥലയുടമയായ ജോൺ ഹോൾഡിങ്ങിനെ ക്ലബ് പ്രസിഡന്റായി നിയമിക്കുന്നു. എന്നാൽ കാര്യങ്ങളൊന്നും അത്ര നല്ല രീതിയിലല്ല പോയത്. ഹോൾഡിങ്ങും ക്ലബും തമ്മിൽ സ്ഥലത്തിന്റെ റെന്റിനെ പറ്റിയുള്ള തർക്കത്തിനെ തുടർന്ന് പിരിഞ്ഞു. ആ ക്ലബ് എവർട്ടൺ FC എന്ന പേരിൽ കുറച്ചു മാറിയുള്ള ഗുഡിസൺ പാർക്കിൽ കളിക്കുവാൻ തുടങ്ങി. ഇതെല്ലാം നോക്കി ആൻഫീൽഡിലെ തന്റെ ഗ്രൗണ്ടിൽ കളിക്കാൻ സ്വന്തമായ ഒരു ടീം പോലും ഇല്ലായിരുന്ന ഹോൾഡിംഗ് 1892 മാർച്ച് 15 ഇന്നേക്ക് 131 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലബ് തുടങ്ങാൻ തീരുമാനിക്കുന്നു. സെപ്റ്റംബർ 1 തങ്ങളുടെ ആദ്യത്തെ മത്സരം റോത്തർഹാം ടൗണിനോട് ലിവർപൂൾ 7-1 വിജയിച്ചു. ആദ്യമൊക്കെ ലിവർപൂൾ ബ്ലൂ ആൻഡ് വൈറ്റ് ജേഴ്സിയിലാണ് കളിച്ചത്. പിന്നീട് 1894 ആദ്യമായി ഇന്നത്തെ ഐക്കോണിക് റെഡ് ജേഴ്സിയിൽ അണിനിരക്കാൻ തുടങ്ങി. 1896 ലിവർപൂളിന് ഇംഗ്ലീഷ് ലീഗിന്റെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അങ്ങനെ 1901 ലിവർപൂൾ തങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ടൈറ്റിൽ നേടുന്നു. 1906 ലീഗ് ടൈറ്റിലും 1922-23 അടുപ്പിച്ച് ലീഗ് ചാമ്പ്യൻഷിപ്പും അവർ നേടി. അമ്മച്ചി ഇതാണോ അന്വേഷിക്കുന്നത്? ലിവർപൂളിന്റെ ആരാധകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി. 1906 രണ്ടാമത്തെ ലീഗ് ടൈറ്റിലും നേടിയതിനെ തുടർന്ന് തങ്ങളുടെ ആരാധകരുടെ എണ്ണം സ്റ്റേഡിയത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്പയോൺ കോപ്പ് എന്ന പുതിയ സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റാൻഡ് നിർമ്മിക്കുന്നു. അതാണ് പിന്നീട് ഇന്നത്തെ കോപ്പ് എൻഡായി വികസിച്ചത്. 1946 വരെ ലിവർപൂളിന് കാര്യമായിട്ടൊന്നും പിന്നീട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 1946-47 സീസണിൽ ലിവർപൂൾ തങ്ങളുടെ 5ാമത്തെ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയെങ്കിലും രണ്ടാമത്തെ വട്ടവും 1950 കപ്പ് ഫൈനലിൽ ലിവർപൂൾ ആഴ്സണലിനോട് പരാജയപ്പെട്ടു. 1953-54 സീസണിൽ ലിവർപൂൾ 60 വർഷത്തിന് ശേഷം ആദ്യമായി റിലഗേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീടുള്ള സീസണുകളിൽ ലിവർപൂളിന് ഒന്നും നേടാൻ സാധിച്ചില്ല. അങ്ങനെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച ആ സമയത്ത് ഒരു സേവിയർ അവതരിച്ചു, ബിൽ ഷാങ്ക്ലി. അങ്ങനെ 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫസ്റ്റ് ഡിവിഷനിലേക്ക് ബിൽ ഷാങ്ക്ലിയുടെ ലിവർപൂൾ പ്രൊമോഷൻ നേടുന്നു. മാനേജറെ അപ്പോയിന്റ് ചെയ്ത ശേഷം ഷാങ്ക്ലി 17 വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ ലീഗ് ടൈറ്റിൽ നേടുന്നു. ബിൽ ഷാങ്ക്ലി എന്ന മാനേജറുടെ കീഴിൽ ലിവർപൂൾ 3 ഫസ്റ്റ് ഡിവിഷൻ ട്രോഫിയും 1 സെക്കൻഡ് ഡിവിഷൻ ട്രോഫിയും 2 FA കപ്പും 3 FA ചാരിറ്റി ഷീൽഡും പിന്നെ 1973 UEFA കപ്പും വിജയിച്ചു. തൻ്റെ അവിസ്മരണീയ യാത്ര അവസാനിച്ച് ഷാങ്ക്ലി റിട്ടയർ ആയ ശേഷം അസിസ്റ്റന്റായ ബോബ് പേസ്ലിയെ ലിവർപൂളിന്റെ മാനേജറാക്കുന്നു. പേസ്ലിയുടെ കീഴിൽ 9 സീസണുകളിലായി ലിവർപൂൾ 20 ട്രോഫീസ് നേടി. അതിൽ 3 യൂറോപ്യൻ കപ്പും 1 UEFA കപ്പും 6 ലീഗ് ടൈറ്റിലും അടുപ്പിച്ച് 3 ലീഗ് കപ്പും നേടി. അങ്ങനെ 1983 പേസ്ലിയുടെ അസിസ്റ്റന്റായ ജോ ഫാഗൺ ലിവർപൂളിന്റെ മാനേജറായി ചുമതലയേറ്റു. അങ്ങനെ ജോ ഫാഗന്റെ ഫസ്റ്റ് സീസണിൽ തന്നെ ലിവർപൂൾ ലീഗും ലീഗ് കപ്പും യൂറോപ്യൻ കപ്പും നേടുന്നു. അങ്ങനെ ലിവർപൂൾ ട്രിപ്പിൾ അടിക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് സൈഡായി മാറി. 1984-85 സീസണൊക്കെ എത്തിയപ്പോഴേക്കും ലിവർപൂൾ ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായി മാറിക്കഴിഞ്ഞു. ഈ സമയം അവർ ഇംഗ്ലണ്ടിലെ ഏറ്റവും കൂടുതൽ ലീഗ് ടൈറ്റിലുള്ള ടീമായി മാറി. രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണലിന് 8 ടൈറ്റിലാണെങ്കിലും ഒന്നാമതുള്ള ലിവർപൂൾ 15 ട്രോഫീസുമായി ബഹുദൂരം മുന്നിലായിരുന്നു. എന്നാൽ 84-85 സീസൺ അവർക്ക് അത്ര നല്ല സീസൺ ആയിരുന്നില്ല. ഫസ്റ്റ് ഡിവിഷനിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ലിവർപൂൾ FA കപ്പിൻ്റെ സെമി ഫൈനലിൽ തങ്ങളുടെ ബിഗ്ഗസ്റ്റ് റൈവൽസായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് തോറ്റുപോയി. എന്നാലും അവർ യൂറോപ്യൻ കപ്പ് ഫൈനലിലേക്ക് ജയിച്ചു കയറി. അങ്ങനെ യുവൻറ്റസുമായി ബ്രസൽസിലെ ഹെയ്സൽ സ്റ്റേഡിയത്തിൽ ഫൈനലിൽ ഏറ്റുമുട്ടാൻ ലിവർപൂൾ 29 മെയ് 1985 ഇറ്റലിയിൽ പറന്നിറങ്ങി. അവിടെ വെച്ചാണ് ആ ദുരന്തമുണ്ടായത്, ഹെയ്സൽ ഡിസാസ്റ്റർ. ആ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നോ അതിന് കാരണക്കാർ ആരാണെന്നോ ഇതുവരെ അറിഞ്ഞിട്ടില്ല.
എന്നാൽ കുറ്റം മുഴുവനും ലിവർപൂൾ സപ്പോർട്ടേഴ്സിൻ്റെ എതിരെയായിരുന്നു. മത്സരം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു കൂട്ടം ലിവർപൂൾ സപ്പോർട്ടേഴ്സ് രണ്ട് ഫാൻസിനെയും വേർതിരിച്ച ഫാൻസ് ചാടിക്കടക്കാൻ ശ്രമിച്ചതുകൊണ്ട് ആ ഭാഗം താങ്ങി നിന്നിരുന്ന വാൾ ഇടിഞ്ഞു വീണു. 19 ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ ഭൂരിഭാഗവും യുവൻറ്റസ് ഫാൻസും ഇറ്റാലിയൻസുമായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിലെ ഡാർക്കസ്റ്റ് ഹവറായി വിശേഷിപ്പിച്ച ഈ സംഭവം ഉണ്ടായത് കാരണം എല്ലാ ഇംഗ്ലീഷ് ക്ലബ്സിനും UEFA 5 വർഷത്തേക്ക് എല്ലാ UEFA കോമ്പറ്റീഷനിൽ നിന്നും ബാൻ ചെയ്തു. പിന്നീടുള്ള വർഷങ്ങളിൽ കെന്നി ഡഗ്ലിഷ് ലിവർപൂളിൻ്റെ മാനേജറായ ശേഷം ലിവർപൂൾ തങ്ങളുടെ ആധിപത്യം ഇംഗ്ലണ്ടിൽ തുടരാൻ തുടങ്ങി. ഡഗ്ലിഷിൻ്റെ കീഴിൽ 3 ഫസ്റ്റ് ഡിവിഷൻ ടൈറ്റിലും 2 FA കപ്പും ലിവർപൂൾ നേടി. ലിവർപൂളും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും തമ്മിലുള്ള FA കപ്പ് സെമി ഫൈനൽ 1989 ഏപ്രിൽ 15 ഹിൽസ്ബ്രോ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നു. എന്നാൽ മത്സരം നടക്കുന്നതിന് 6 മിനിറ്റ് മുമ്പ് തന്നെ സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡ്സിൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് തിക്കിലും പെട്ട് 97 ആളുകൾ മരിച്ചു. ഈ ഡിസാസ്റ്ററിനെ തുടർന്ന് UEFA ടോപ്പ് ടീംസിൻ്റെ സ്റ്റേഡിയത്തിൽ എല്ലാ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റാൻഡ് ആക്കണമെന്ന് റൂൾ കൊണ്ടുവന്നു. അങ്ങനെ സ്പൈറൺ കോപ്പ് എന്ന ലിവർപൂളിൻ്റെ ഐക്കോണിക് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റി. ലിവർപൂൾ ആ സീസണിലെ FA കപ്പും നെക്സ്റ്റ് സീസണിലെ ലീഗും അവർ സ്വന്തമാക്കി. എന്നാൽ അടുത്ത പതിറ്റാണ്ടിൽ ലിവർപൂളിൻ്റെ ആധിപത്യം അവസാനിച്ചു തുടങ്ങി.